വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. നമ്മുടെ ഒരു റിസോർട്ട് വ്ലോഗാണ്. സ്റ്റേക്കേഷനാണ്. ഗോൾഡ് കോയിൻ റിസോർട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇപ്രാവശ്യം. അപ്പോൾ ഇവിടെ വരാനായിട്ടൊരു സ്പെഷ്യൽ കാരണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എത്തി ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേസ് പറയാനില്ല, പക്ഷേ എന്നാലും വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗോൾഡ് കോയിൻ റിസോർട്ട്. ഇത് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഞാൻ നിയർ ബൈ ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേക്കേഷൻ. കുറേ നാൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഒരു റിസോർട്ട് വ്ളോഗ് ആവട്ടെ എന്ന്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എൻട്രി ചെയ്തു. പക്ഷേ ഇവിടുത്തെ റിസപ്ഷൻ നല്ല കാണാൻ കിഡു കേട്ടോ, നല്ല ലുക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട് റിസപ്ഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസപ്ഷൻ ആണല്ലോ ഒരു അട്രാക്റ്റീവ് പോയിന്റ് എന്ന്. അപ്പോൾ ഇവിടെ കൂടുതലും വെഡ്ഡിങ് ഇവൻറ്റ്സ് ഒക്കെയാണ് നടക്കാറ്. ഇവിടുത്തെ ലോണിൽ കൂടുതലും ബർത്ത്ഡേ ഇവൻറ്റ്, വെഡ്ഡിങ് ഇവൻറ്റ് ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ നല്ല സ്റ്റേക്കേഷൻ ആണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ എത്തി ചെക്ക് ഇൻ ചെയ്യുകയാണ് ഗോൾഡ് കോയിൻ റിസോർട്ടിലേക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലീവ് ഫോർ ട്രാവലിംഗ്. അങ്ങനെ ലീവ് ഫോർ ട്രാവലിങ്ങിൻ്റെ ഒരു പുതിയ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ റിസോർട്ട് വ്ളോഗ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2-3 ഇൻ്റർനാഷണൽ വ്ളോഗ്സ് ഒക്കെ ചെയ്തു. ഈജിപ്റ്റ് ചെയ്തു, നേപ്പാൾ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ തന്നെ ഒരു വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കേഷനും കൂടി ഉണ്ട്. എൻ്റെ ഗിറ്റ്സ് ബേബി നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേക്ക് റിസോർട്ടിൽ പോകാറുള്ളതാണ്. അങ്ങനെ ഒരു റിസോർട്ട് വ്ളോഗാണ്. അവൻ്റെ ബർത്ത്ഡേ ഒക്കേഷൻ സ്പെഷ്യലാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് ഗിറ്റ്സിൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും നല്ല മഴ, അടിപൊളി മഴയൊക്കെ ആയിരുന്നു. പക്ഷെ ആ മഴയിലും ഒരു ചിൽ വെതറാണ്, നല്ല രസമുണ്ട് ഇവിടെ. ആ മഴയും ഇവിടുത്തെ ആ ഒരു ആംബിയൻസും എല്ലാം കൂടെ ആയപ്പോൾ ഒരു സൂപ്പറാണ്. പക്ഷെ പാവം ഗിറ്റ്സുക്കുട്ടന് പണി കിട്ടി. അവൻ ഇവിടെ വന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി തകർക്കാമെന്ന് വിചാരിച്ചാണ്. ഫ്രീഡം കിട്ടിയിട്ട്, അപ്പാർട്ട്മെൻറ്റിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഫ്രീഡം കിട്ടിയിട്ട് ഇവിടെ വന്ന് ഗാർഡനിലും അവിടെ ഇവിടെയൊക്കെ തകർക്കാമെന്ന് വിചാരിച്ചു പാവം. പക്ഷെ മഴ പെയ്തപ്പോൾ അവനൊരു പണി കിട്ടി. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വെതർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്ക് മഴ എവിടെ ഉണ്ടായാലും ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു റിസോർട്ടിലും കൂടെ അങ്ങനത്തെ ഒരു ആംബിയൻസിൽ മഴ പെയ്യുമ്പം സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കത്തി വെച്ച് നിങ്ങളെ ആക്കുന്നില്ല, നമുക്ക് വ്ളോഗിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് കറങ്ങി കാണാം. അദ്ദേഹത്തിൻ്റെ ബാക്കിൽ അവിടെ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത്. സ്വിമ്മിങ് പൂളുണ്ട്, പിന്നെ ആക്ടിവിറ്റീസ് അങ്ങനെ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഒന്ന് ഫുഡ് അടിക്കണം, വിശപ്പടിച്ചു തുടങ്ങി. ഓക്കെ, ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയ കാര്യം ഇതാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഈ വാക്ക് വേയിൽ മേളിൽ അത്ര ഇവർ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ മേളിലെ ഈ ട്രീസ് എല്ലാം കാണാം. നല്ല വെളിച്ചം ഉണ്ടാകും, എപ്പോഴും നല്ലൊരു ലൈറ്റ് ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ ആ ഡേ ടൈമിൽ നമ്മളിവിടെ നടക്കുമ്പോൾ, പിന്നെ എക്സ്പെഷ്യലി ഇന്ന് മഴയും കൂടെ ആയപ്പം ആ ആംബിയൻസിന് ഒരു രക്ഷയില്ല. ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം മേളിലെ ഗ്ലാസ്സിൽ കൂടെ മഴ പെയ്യുക, വലിയൊരു ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിപ്പോൾ അക്കോമഡേഷൻ നമുക്ക് എവിടെയാണെന്നുള്ളത് നോക്കണം. ഇവിടെ കോട്ടേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ നോക്കിയിട്ട് പോവുകയാണ്. ഇവിടെ കുറേ നടക്കാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഗാർഡൻ സെറ്റപ്പൊക്കെയാണ് കേട്ടോ, നല്ല നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഓക്സിജൻ ലെവൽ നമുക്ക് കൂടുതൽ കിട്ടും തോന്നുന്നതാ. ഗിറ്റ്സ് ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നിന്നു. അപ്പോൾ അവർ റൂം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഓരോ കോട്ടേജസ് ആണ്. ഓരോ കോട്ടേജസിൻ്റെ റേറ്റ് വേരി വരും, കാരണം റോ കോട്ടേജസ് പോലെയുണ്ട്. പിന്നെ ഇപ്പോൾ സിംഗിൾ ഇതുപോലെ ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ഉണ്ട്. പിന്നെ അതിൽ പൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോട്ടേജും അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ റേറ്റും താരിഫൊക്കെ മാറും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം.
ഞാൻ ഫസ്റ്റ് നിങ്ങളെ ഈ കോട്ടേജ് ഒന്ന് കാണിക്കാം. അപ്പോൾ പോന്നോളൂ. പിന്നെ ഇവർ ഉള്ള സ്പേസിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൈ സൈക്ലിംഗ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് നല്ല 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വാക്കിംഗ് പോലെ ഒരു അഡ്വഞ്ചർ ചെറിയ പരിപാടിയൊക്കെയാണ്. ഇതിനകത്ത് കയറി വാക്ക് ചെയ്യണം. ഞാനൊന്നും പരിപാടിക്ക് പോയില്ല. ഇനി എവിടെയെങ്കിലും ഞാൻ സ്റ്റക്കായിപ്പോയാൽ പിന്നെ ഞാൻ തിരിച്ചിറങ്ങുന്നത് വലിയൊരു ടാസ്ക്കായി പോകും എന്നുള്ളൊരു പേടി കൊണ്ട് ഞാനിതൊന്നും ചെയ്യാൻ പോയില്ല. ഞാനിങ്ങനെ ഗിഡ്സുമായിട്ട് നടക്കുവാണ്. വേണമെങ്കിൽ നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗിഡ്സും അവിടെ ചെന്ന് നോക്കുവാണ്. സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് പേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവ അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുവാണ്. അവനിവിടെ എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ നടക്കുവാണ് അവൻ. ഇവിടെ കുറച്ച് ഗെയിംസ്, ക്യാരംസ്, ടി ബോർഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ബോറടിക്കാതെ ഇരിക്കാനുള്ള പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ റെയിൻ ഡാൻസ്, ഇവിടെ ഡേ ഔട്ടിങ്ങിന് കുറച്ച് ടീം വന്നിട്ടുണ്ട്. അവരിത് റെയിൻ ഡാൻസ് എൻജോയ് ആണ്. ഇവിടെ ഒരു ആഫ്റ്റർനൂൺ ഒരു 2 o'clock ഒക്കെയാണ് ഈ റെയിൻ ഡാൻസിൻ്റെ ടൈമിങ് അവർ വെച്ചിരിക്കുന്നത്. അപ്പം കൂടുതലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി റെയിൻ ഡാൻസ് ഫണ്ണായിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ, എന്നാലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിതിന് പോയില്ല. ഓൾറെഡി റെയിൻ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ മഴയത്തിരി റെയിൻ ഡാൻസ് ചെയ്ത് എൻ്റെ ഹെൽത്ത് കുളമായി പോവും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല, ഓൾറെഡി തണുപ്പുള്ളതുകൊണ്ട്. പിന്നെ കുറച്ചൊക്കെ എനിക്ക് ഇറങ്ങണം എന്നുണ്ട്, പക്ഷേ എൻ്റെ കെട്ടിയവൻ ഒട്ടും സമ്മതിച്ചില്ല. ഇവിടെ സമ്മർ ക്യാമ്പൊക്കെ നടക്കാറുണ്ട്. പിന്നെ സ്വിമ്മിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ പൂള്. എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ ഡെപ്തൊക്കെ നോക്കി നടക്കുവാണ്. ആൾ ഈ ഇടയ്ക്കാണ് സ്വിമ്മിങ്ങൊക്കെ പഠിച്ചത്, അതുകൊണ്ട് ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള്. പിന്നെ അതാ ഗിഡ്സും ഇവിടെ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. ഇനിയിപ്പം ഇവരുടെ വേറൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ സെക്കൻഡ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. അത് കുറച്ച് ചെറുതാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളും ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ്. അതുകൊണ്ട് എൻ്റെ പ്ലാൻ ഇവിടെ ഇറങ്ങാനാണ്. പിന്നെ ഇത് ഓരോ കോട്ടേജ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, റോ കോട്ടേജസ്. അപ്പോൾ അതാണ്. ഇതിങ്ങനെ കുറേ അടുപ്പിച്ചുണ്ട്. ഒരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. അത് കുറച്ചൊരു ബാക്ക് സൈഡായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി താരിഫാണ് ഈ ഒരു കോട്ടേജസ്. ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് കോട്ടേജസ് റൂംസ് ആണ്. അതായത് അക്വ റൂംസ് എന്ന് പറയും. ജസ്റ്റ് കുറച്ചുകൂടെ ആംബിയൻസ് നല്ലതാണ്, പക്ഷെ സ്പേഷ്യസ് അല്ല അത്ര. ഈ ഒരു വെള്ളത്തിൻ്റെ എവിടെയാണ് ഇവിടെ ഓടിക്കളിച്ച് ഇവൻ എവിടെയൊക്കെ വീഴുന്നൊന്നും അറിയില്ല. ഇവിടെ ഈ ഒരു ഫിഷിൻ്റെയൊക്കെ ഒരു ആംബിയൻസിൽ സൈഡിൽ റൂം. പക്ഷെ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് പെറ്റ് ഫ്രണ്ട്ലി അല്ല. ഇവിടെ ഈ ഒരു ഏരിയയിൽ റൂംസിൽ പെറ്റ്സിന് അലൗഡ് അല്ല. അപ്പം നമുക്ക് കൂടെ അവനെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പിന്നെ
അറിയാമല്ലോ, മെയിനായിട്ടും അവൻ്റെ ഒരു ഹാപ്പിനെസ്, അവൻ്റെ ബർത്ത്ഡേക്കാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് അവന് മതിയാവുന്നില്ല. കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. അത് ഈ ആംബിയൻസ് കണ്ടോ, മേളിൽ നല്ല മഴ പെയ്യുന്നു, ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കൈ കോർത്ത് നല്ല റൊമാൻറ്റിക് സോങ്സ്, മെലഡി സോങ്സ് ഒക്കെ കേട്ട് നടക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ്. ഞാൻ ചുമ്മാ എൻ്റെ ഒരു ടീനേജിലേക്ക് പോയിന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഈവനിങ് ചായ ടൈമായി. നല്ല ചൂട് ബജ്ജിയും വടയൊക്കെ ആയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു നടത്തമാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കുറേ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, നമുക്കിരുന്ന് സ്വസ്ഥമായി സംസാരിക്കാം, കുറേ നേരം റിലാക്സ് ചെയ്തിരിക്കാം. അത് നല്ലൊരു ആംബിയൻസ് ആണ്. അങ്ങനെ നൈറ്റ് ഡിന്നറിനേക്കുള്ള പരിപാടികളൊക്കെ അവർ റെഡിയാക്കുന്നു. ബൊഫേ ഉണ്ട്, ഡിന്നർ, പിന്നെ നമുക്ക് അലാക്കാട്ടയുണ്ട്. അപ്പം ഞങ്ങൾക്കിങ്ങനെ ബൊഫേ വലുതായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അലാക്കാട്ടയാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അങ്ങനെ ഗിറ്റ്സുക്കുട്ടൻ്റെ ബർത്ത്ഡേ ടൈമായി. ഒരു 6:30 ആയപ്പോൾ ഞങ്ങളൊരു കേക്ക് കട്ടിങ്ങിന് വെച്ചിരിക്കുകയാണ്. It's a whole cut. Cut. Blow. പിന്നെ കുറേ സ്കൂൾ കുട്ടികളെ ഡേ ഔട്ടിങ്ങിന് വന്നവർ കിഡ്സുവിനെ ഭയങ്കര ഇഷ്ടമായി. കിഡ്സുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവർ വിഷ് ചെയ്യുവാണ്. അങ്ങനെ ഗിറ്റ്സുക്കുട്ടൻ ഫേമസ് ആയി. ഒരു വേണം എന്നുള്ളവർക്ക് ഇവിടെ ഒരു ചെറിയ ബാർ കൗണ്ടർ പോലെ ഉണ്ട്, നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു നൈറ്റ് കളർഫുള്ളാക്കാം എന്ന് വിചാരിച്ചു. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ ലിക്വർ കഴിക്കത്തില്ല അതായിട്ട്. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട്, സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ബെക്കാടിയൊക്കെ ഓർഡർ ചെയ്ത്, ഞങ്ങളുടെ ഫേവറേറ്റായ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. അങ്ങനെ ഒരു റിലാക്സ് സ്ലീപ്പ് കഴിഞ്ഞ് മോർണിംഗ് എണീറ്റു. അപ്പോൾ ഇവിടെ കുറച്ച് ഡക്കൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ ഗിറ്റ്സുവിന് ഭയങ്കര ഇറിറ്റേഷന്. എല്ലാത്തിനും 4 ദിക്കിൽ ഓടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ രാവിലത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്നുള്ളതാണ്. അങ്ങനെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളിൽ എൻ്റെ ഹസ്ബൻഡ് പോയി. അവിടെ പുള്ളി സ്വിമ്മിങ്ങിൻ്റെ ഫുൾ പ്രാക്ടീസ് നടത്തുകയാണ്. ഇവിടെ കുറേ അഭ്യാസങ്ങൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. ചൂസ് ചെയ്ത് ഇവിടെ വേറൊരു സ്വിമ്മിംഗ് പൂൾ, രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ എൻജോയ്മെൻറ്റ് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഡെപ്തൊന്നുമില്ല വലുതായിട്ട്, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് ഞാൻ ഇതൊക്കെ ഇട്ട് കളിക്കുന്നു എന്ന് മാത്രം. ഓടിവാ, പോവാം, വീട്ടിൽ എക്സ്പ്ലോർ ചെയ്താൽ മതി. അങ്ങനെ ഒരു വണ്ടർഫുൾ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുവാണ്. നല്ലൊരു പ്ലസൻറ്റ് സ്റ്റേ ആയിരുന്നു ഒരു ദിവസം ഗോൾഡ് കോയിൻ റിസോർട്ടിൽ. പിന്നെ ഞങ്ങൾ ചെക്കൗട്ടിങ് ടൈം ആയപ്പോഴത്തേക്കും ഇവിടെ ഓണറൊക്കെ വന്നു. പുള്ളി ഗിറ്റ്സുവിനൊരു സ്പെഷ്യൽ ചിക്കൻ റൈസ് ട്രീറ്റ് ഒക്കെ കൊടുത്തു ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഇവിടെ സ്റ്റാഫെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ലൊരു ശരിക്കും പറഞ്ഞാൽ കാമായിട്ട് സ്റ്റേ ചെയ്യാൻ കുറേ ട്രീസും നേച്ചർ ഒരു ഫ്രണ്ട്ലി ഇതായിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഞങ്ങളെക്കാളും
ഏറ്റവും ഇവിടെ എൻജോയ് ചെയ്തത് ഗിറ്റ്സു ആണ്. ഗിറ്റ്സു ഇങ്ങനെ അവന് രാത്രി പോലും റൂമിൽ കിടക്കണം എന്നൊന്നുമില്ല, ഇങ്ങനെ റോം അറൗണ്ടാണ്. എന്തായാലും അവൻ്റെ ബർത്ത്ഡേ അവൻ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഒരു റിസോർട്ട് ബർത്ത്ഡേ ആയിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഗോൾഡ് കോയിൻ റിസോർട്ട് എടുത്തത്. അവന് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയുള്ള ഒരു സ്റ്റേക്കേഷനാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ അടുത്തൊരു വ്ളോഗും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു കുട്ടി വ്ളോഗായിട്ട് ചെയ്തതാണ്. അപ്പോൾ കൂടുതൽ വ്ളോഗ്സ് നമ്മുടെ ലീവ് ഫോർ ട്രാവലിംഗിൽ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.